മർക്കോസ് അധ്യായം 2. ചില ദിവസങ്ങൾക്കു ശേഷം യേശു വീണ്ടും കഫർനഹൂമിൽ വന്നു. അദ്ദേഹം വീട്ടിലെത്തിയിരിക്കുന്നു എന്ന് ജനങ്ങൾ കേട്ടു. വാതിലിന് പുറത്തുപോലും ഇടമില്ലാത്ത വിധം അനവധി ആളുകൾ തിങ്ങിക്കൂടി. അദ്ദേഹം അവരോട് വചനം പ്രസംഗിച്ചു. അപ്പോൾ ചിലർ ഒരു പക്ഷപാതക്കാരനുമായി അവിടെ എത്തി. 4 പേർ അയാളെ എടുത്തിരുന്നു. ജനക്കൂട്ടം നിമിത്തം അയാളെ യേശുവിന്റെ അടുത്തെത്തിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ യേശു ഇരുന്ന സ്ഥലത്തിനു മീതെ മേൽക്കൂര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ താഴെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നു പറഞ്ഞു. അവിടെ ചില വേദജ്ഞർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇപ്രകാരം ചിന്തിച്ചു, ഈ മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ത്? ഇത് ദൈവദൂഷണമാണ്. പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവത്തിനല്ലാതെ ആർക്ക് കഴിയും? അവർ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇക്കാര്യം യേശു ആത്മാവിൽ ഗ്രഹിച്ചിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അദ്ദേഹം പക്ഷപാതക്കാരനോട്, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോവുക. ഉടനെ അയാൾ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക നടന്നു പുറത്തേക്ക് പോയി. സകലരും ഇതിൽ ആശ്ചര്യപ്പെട്ടു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഇതുപോലെയുള്ളതൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്നു പറഞ്ഞു. യേശു പിന്നെയും കടൽക്കരയിലേക്ക് പോയി. ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ അടുത്തെത്തി. അദ്ദേഹം അവരെ ഉപദേശിച്ചു തുടങ്ങി. അദ്ദേഹം നടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. യേശു അയാളോട്, എന്നെ അനുഗമിക്കുക എന്നു പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ അനുഗമിച്ചു. യേശു ലേവിയുടെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ അനേകം നികുതി പിരിവുകാരും പാപികളും അദ്ദേഹത്തോടും ശിഷ്യന്മാരോടുമൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. കാരണം അങ്ങനെയുള്ള അനേകർ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അദ്ദേഹം പാപികളോടും നികുതി പിരിവുകാരോടും കൂടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള വേദജ്ഞർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട്, അദ്ദേഹം നികുതി പിരിവുകാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നതെന്ത് എന്ന് ചോദിച്ചു. യേശു ഇത് കേട്ടിട്ട് അവരോട്, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ നീതിമാന്മാരെയല്ല, പാപികളെ അത്രേ മാനസാന്തരത്തിലേക്ക് വിളിക്കുവാൻ വന്നിരിക്കുന്നത് എന്നുത്തരം പറഞ്ഞു. യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുക പതിവായിരുന്നു. ചിലർ യേശുവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നു, എന്നാൽ അങ്ങയുടെ ശിഷ്യന്മാർ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ട്? യേശു മറുപടി പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ തോഴന്മാർക്ക് ഉപവസിക്കാൻ കഴിയുന്നതെങ്ങനെ? മണവാളൻ കൂടെ ഉള്ളയിടത്തോളം അവർക്കത് സാധ്യമല്ല. എന്നാൽ മണവാളൻ അവരുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെടുന്ന കാലം വരും. അന്ന് അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിച്ചേർക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ പുതിയ തുണി പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് കീറൽ ഏറെ വലുതാകും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ പകർന്നു വെക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ വീഞ്ഞു കുടങ്ങളെ പിളർക്കുകയും വീഞ്ഞും കുടങ്ങളും നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പകർന്നു വെക്കേണ്ടത് പുതിയ തോൽക്കുടങ്ങളിലാണ്. ഒരു ശബ്ബത്തിൽ യേശു വിളഭൂമിയിൽ കൂടി പോവുകയായിരുന്നു. പോകുന്നതിനിടയിൽ ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു തുടങ്ങി. പരീശന്മാർ അദ്ദേഹത്തോട്, നോക്കൂ, ശബത്തിൽ ചെയ്യരുതാത്ത കാര്യം ഇവർ ചെയ്യുന്നതെന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞു, ദാവീദും കൂടെയുള്ളവരും ഭക്ഷണമൊന്നുമില്ലാതെ വിശന്നപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അബ്യാഥാർ മഹാപുരോഹിതന്റെ കാലത്ത് അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് നിയമപ്രകാരം പുരോഹിതന്മാർ മാത്രം ഭക്ഷിക്കേണ്ടതായ കാഴ്ചയപ്പം തിന്നു കൂടെയുള്ളവർക്കും കൊടുത്തു. പിന്നെ അദ്ദേഹം, ശബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ ശബത്തിനു വേണ്ടിയല്ല. മനുഷ്യപുത്രൻ ശബത്തിന്റെയും കർത്താവാണ് എന്ന് പറഞ്ഞു.